ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ട്? ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ട്? ഉത്തരം 36. ലക്ഷദ്വീപ് സമൂഹത്തിൽ 36 ദ്വീപുകളാണ് ഉള്ളത്. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം R.D. കാർവേ. ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എവിടെ? ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയിലാണ് ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത്? കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഉത്തരം പ്ലേഗ്. കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയത് ഏതു പേടകത്തിലാണ്? കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയത് ഏതു പേടകത്തിലാണ്? ഉത്തരം കൊളംബിയ. കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയത് കൊളംബിയ ബഹിരാകാശ പേടകത്തിലാണ്. ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത ആര്? ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത ആര്? ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത. ഉത്തരം മായാവതി അല്ല കേട്ടോ. ഉത്തരം ഷീല ദീക്ഷിതാണ്. 15 വർഷത്തിലേറെ അവർ ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ട്. കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള പ്രദേശം ഏത്? കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതൽ പ്രദേശം കുണ്ടറയാണ്. കുണ്ടറയിലാണ് കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള പ്രദേശം. ഒരു സാമ്രാജ്യം സ്വന്തമാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആര്? ഒരു സാമ്രാജ്യം സ്വന്തമാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആര്? ഉത്തരം അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം. ഉത്തരം ബാംഗ്ലൂരാണ് ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാർ ഉള്ളത്. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാർ ഉള്ളത്. ഉത്തരം അലഹബാദ് ഹൈക്കോടതികളിലാണ് 160 ജഡ്ജിമാരാണ് ഉള്ളത്. അപ്പം ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഹൈക്കോടതികളിലാണ്. 160-ലേറെ ജഡ്ജിമാരുണ്ട്. ISRO സ്ഥാപിതമായ വർഷം. ISRO സ്ഥാപിതമായ വർഷം 1969. 1969 ISRO സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത ആര്? ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത ആര്? ഉത്തരം വിജയലക്ഷ്മി പാണ്ഡിറ്റ്. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലബാർ കലാപം. ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏത്? ഉത്തരം രാജസ്ഥാൻ കനാൽ, അതായത് ഇന്ദിരാഗാന്ധി കനാൽ. വാസ്കോഡ ഗാമ വന്നിറങ്ങിയ പന്തലായനി കടപ്പുറം ഏത് ജില്ലയിലാണ്? വാസ്കോഡ ഗാമ വന്നിറങ്ങിയ പന്തലായനി കടപ്പുറം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. CBIയുടെ കേരള യൂണിറ്റിന്റെ ആസ്ഥാനം എവിടെ? CBIയുടെ കേരള യൂണിറ്റിന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം കൊച്ചി. കേരളത്തിൽ ചന്ദനക്കാടുകൾ ഉള്ള പ്രദേശം ഏത്? കേരളത്തിൽ ചന്ദനക്കാടുകളുള്ള പ്രദേശം ഏത്? ഉത്തരം മറയൂർ. മറയൂരിലാണ് ചന്ദനക്കാടുകളുള്ള പ്രദേശം കേരളത്തിൽ. കേരളത്തിൽ പോലീസ് മ്യൂസിയം എന്നറിയപ്പെടുന്നു. കേരളത്തിൽ പോലീസ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളത്തിൽ പോലീസ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കൊല്ലം. കൊല്ലത്താണ് പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭാഷകളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭാഷകളുള്ള സംസ്ഥാനം ഏത്? ഉത്തരം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭാഷകളുള്ള സംസ്ഥാനം. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ എവിടെയാണ്? വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം ഏത്? കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം ഏത്? ഉത്തരം പറവൂർ. പറവൂരിലാണ് കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത്? ഉത്തരം വേഴാമ്പൽ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ്? കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ്? ഉത്തരം നെയ്യാർ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ആര്? സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ആര്? ഉത്തരം മഹാത്മാഗാന്ധി.
സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ആര്? സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം. ഉത്തരം ജൂലൈ 4. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ 4 കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ഏത്? കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ഏത്? ഉത്തരം ചിത്രശലഭം. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് ക്യൂണിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ എന്താണെന്ന് ചോദിച്ചാൽ മുയൽ വളർത്തുന്ന രീതി. ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് എന്ന്? ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് 1952 മെയ് 13. അപ്പോൾ ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് എന്ന് 1952 മെയ് 13 ലോകസഭ ആദ്യമായി സമ്മേളിച്ചത്. താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെ അതായത് 1985 രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം രാജീവ് ഗാന്ധി. ചെമ്പൻ കുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ്? ചെമ്പൻ കുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ്? ചെമ്മീൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. ഉത്തരം 1986. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. ലോകസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏത്? ലോകസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം ബാംഗ്ലൂർ 1996. ലോകസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ബാംഗ്ലൂരാണ്. 1996. മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം നടന്ന വർഷം 1921. നാഷണൽ കെമിക്കൽ ലാബറട്ടറി എവിടെയാണ്? നാഷണൽ കെമിക്കൽ ലാബറട്ടറി എവിടെയാണ്? പൂനെ. നാഷണൽ കെമിക്കൽ ലാബറട്ടറി പൂനെയിലാണ്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്? 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ്. ഫിൻലാൻഡാണ് 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഏതു നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്? ഏതു നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്? ഉത്തരം മൈസൂർ. മൈസൂരിലാണ് മൈസൂർ നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്. മൈസൂർ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആര്? സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആര്? ഉത്തരം ജസ്റ്റിസ് M.S. ഫാത്തിമ ബീവി. കേരളത്തിലെ ആദ്യ ഗവർണർ ആര്? കേരളത്തിലെ ആദ്യ ഗവർണർ ആര്? ഉത്തരം രാമകൃഷ്ണ റാവു. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം. ഉത്തരം 1964 മെയ് 27. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം 1964 മെയ് 27. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം കരൾ. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആര്? വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആര്? ഉത്തരം അയ്യങ്കാളി. ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനകം പാർലമെന്റ് ആ നടപടി അംഗീകരിച്ചിരിക്കണം? ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനകം പാർലമെന്റ് ആ നടപടി അംഗീകരിച്ചിരിക്കണം? ഉത്തരം 1 മാസത്തിനകം. വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ സംഘടിപ്പിക്കാൻ ഉപദേശിച്ചത് ആര്? വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ സംഘടിപ്പിക്കാൻ ഉപദേശിച്ചത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി എന്ന്? EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി എന്ന്? ഉത്തരം 1957 ഏപ്രിൽ 5. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എന്ന്? ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എന്ന്? ഉത്തരം 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം 1951. 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത്? അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത്? ഉത്തരം കൊച്ചിയാണ്. കൊച്ചിയാണ് അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത്.